ഹായ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കാലമായി. കാരണം കുറച്ചിപ്പോൾ ഒത്തിരി തിരക്കിലായിരുന്നു. നമ്മൾ ഈ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഷൂട്ടിൻ്റെ കുറേ പെൻഡിങ് ഉള്ളതൊക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും ചെറിയ ഇപ്പോൾ കൗണ്ടൊക്കെ കൂടി തുടങ്ങി. അപ്പോൾ വീണ്ടും നമുക്ക് ചെറിയൊരു ടെൻഷൻ വന്നിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ വീണ്ടും എപ്പിസോഡുകളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ എനിക്കൊരു ചെറിയ സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ റീൽസ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ അതിന് ആ ചേട്ടനെ കുറിച്ച്, ആ ചേട്ടൻ തന്ന ഗിഫ്റ്റ് കാണിച്ചു തന്ന് ആ ചേട്ടനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ തിങ്കൾ കലമാൻ്റെ വിശേഷങ്ങളായിരിക്കും ഇപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ പോകുന്നത്. തിങ്കൾ കലമാൻ രസകരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ 300 എപ്പിസോഡ് ഇപ്പോൾ കഴിഞ്ഞു, മുന്നോട്ട് പോകുന്നു. രാഹുലിനും കീർത്തിക്കും ഒരു ഭാവി ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ എന്താ പറയുക, ഒരു അച്ഛനും അമ്മയും ആവാൻ പോകുന്ന ഒരു ത്രില്ലിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കാണുക. അതിൻ്റെ വിശേഷങ്ങൾ പറ്റുവാണെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ഇടാം. കുറേ പേര് ലൊക്കേഷൻ വീഡിയോസ് ചോദിച്ചിരുന്നു. പക്ഷെ നമുക്ക് ലൊക്കേഷൻ വീഡിയോ ഇപ്പോൾ ഇടാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. വേറെ ഒന്നുകൊണ്ടല്ല, ഞങ്ങൾ രാവിലെ ഇറങ്ങി പിന്നെ രാത്രി ഒരു 10 o'clock ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ തിരിച്ച് റൂമിലെത്തുന്നത്. നമ്മൾ ടയേർഡാവും. പിന്നെ രാവിലെ വീണ്ടും ഒരു 6:30, 7 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും ലൊക്കേഷനിലെത്തി വർക്ക് തുടങ്ങും. ടൈറ്റ് വർക്കായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു തിരക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്റ്റയിലായാലും നമുക്ക് എല്ലാത്തിനും മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്, തിങ്കൾ കലമാൻ്റെ ലൊക്കേഷൻ വീഡിയോസും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ പറ്റുവാണെങ്കിൽ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് പോകുന്ന വിശേഷങ്ങൾ. അപ്പോൾ ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചേട്ടൻ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്ത് തന്നത് കീർത്തിയുടെ വീടിൻ്റെ അടുത്ത്, ഹരിതയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ നമ്മുടെ ഫോട്ടോസ് എല്ലാം നോക്കി നല്ല ശരിക്കും ഫോട്ടോ തന്നെ പോലെയുള്ള പെയിൻറ്റിങ്സ് നന്നായി ചെയ്തു തരും. ആളാ ഫണ്ട് കിട്ടുന്ന ഫണ്ട് കൊണ്ട് ഒരുപാട് ചാരിറ്റീസാണ് ചെയ്യുന്നത്. കൂടുതൽ കുട്ടികളുടെ പഠനത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗപരമായിട്ടുള്ള എന്തെങ്കിലും ചികിത്സാപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ച് ചാരിറ്റി ചെയ്യുന്നൊരു ചേട്ടനാണ്. അപ്പോൾ ആദ്യം ഹരിതയ്ക്കൊരു ഫോട്ടോ ആൾ വരച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ രാഹുലിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോട്ടോ വരച്ചിട്ടുണ്ട്, കൊടുക്കാവോ എന്ന് ചോദിച്ചു. അതിനുശേഷം അത് ഹരിതയാണ് എനിക്ക് സെറ്റിലേക്ക് കൊണ്ട് തന്നത്. ഒരു ഷെഡ്യൂൾ മുന്നേ കൊണ്ട് തന്നത്. അപ്പോൾ അന്ന് എന്നോട് ഫോട്ടോ ആയിട്ട് ഇൻസ്റ്റയിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യാം. പിന്നെ അവിടെ വെച്ച് തുറന്നതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലിപ്പും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇതെന്തത്? ഹൃദയോഷ്മളമായ ബന്ധത്തിന് സ്നേഹത്തിൻ്റെ കയ്യൊപ്പ്. താങ്ക് യു ബിനോയ്. പുള്ളിക്കാരൻ സ്പെഷ്യൽ താങ്ക്സ് പറയണം. ഓക്കെ, കൊള്ളാതെ. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും വരയ്ക്കാനാണെങ്കിലും, നിങ്ങളുടെ സ്വന്തമായിട്ടാണെങ്കിലും ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇതുപോലെ വരപ്പിച്ച് ഒരു സഹായവും ആവും. നിങ്ങൾക്കതൊരു സന്തോഷവും ആവും. ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും, ആൾക്കതൊരു സഹായമാവും. ഒരുപാട് പേര് ആളിലൂടെ നമുക്ക് സഹായിക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം പറയാനാണ് ശരിക്കും പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഇട്ടത്. ഞാൻ ഫോട്ടോ കാണിച്ചത് എന്ത് സൂപ്പർ ഫോട്ടോ ആയില്ലേ? ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോ പോലെ തന്നെ തോന്നുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ ഹാളിൽ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ. ബിനോയ് എന്നാണ് ചേട്ടൻ്റെ പേര്. പാമ്പാടിയാന്ന് തോന്നുന്നു ചേട്ടൻ്റെ സ്ഥലം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നമ്പർ വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നമ്പർ ബിനോയ് ചേട്ടൻ പാമ്പാടി. നമ്പർ 9847186143. ഒന്നും പറയാം, 9847186143. അപ്പോൾ കിടിലം ചേട്ടനാണ്. നല്ല കിടിലം ഫോട്ടോ ആണ്. ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ബിനോയേട്ടന് ഒരുപാട് താങ്ക്സ്. ഇനിയും ഒരുപാട് എന്താ പറയുക, ഇതുപോലെ ചാറ്റ് എല്ലാം ചെയ്യാൻ പറ്റട്ടെ, ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റട്ടെ, ഒരുപാട് നല്ല പിക്സ് ഇതുപോലെ വരയ്ക്കാൻ പറ്റട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാവും ഉറപ്പായിട്ടും. ആൾ നമ്പറിൽ വിളിക്കുക. ആൾ നിങ്ങളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ ചെയ്തു തരും. വാട്സപ്പ് ചെയ്യണ്ട, വാട്സപ്പ് നമ്പർ യൂസ് ചെയ്യൽ കുറവാണെന്ന് തോന്നുന്നു. നമ്പറിൽ വിളിച്ചിട്ട് സംസാരിച്ചാൽ മതി. ഓക്കെ, ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുക. പിന്നെ Q&A ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ Q&Aക്കുള്ള വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ലൈവായിട്ടോ ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ പറയാം. ഓക്കെ, ടാറ്റാ, ബൈ, ലവ് യു.